ഓണപരിപാടിക്കുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇനി കുളിച്ചു വന്നിട്ട് ബാക്കി നോക്കാം. ഓണൊക്കെ ഇല്ലേ, അപ്പൊ ഒട്ടും കുറയ്ക്കേണ്ടെന്ന് വെച്ച ഒരു മൈലാഞ്ചി. ആദ്യം തന്നെ വളയിൽ നിന്ന് തുടങ്ങാം. ഏത് വളയപ്പം എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. അങ്ങനെ കുപ്പിവള എന്നെ എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എനിക്കൊക്കെ തലേന്ന് സെറ്റാക്കി വെക്കാൻ ഞാൻ ഒരു സമാധാനവും ഉണ്ടാവില്ല. ഗേൾസ് പൊതുവെ അങ്ങനെയാണല്ലോ. എന്തിടും ഏതിടും എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ കൺഫ്യൂഷൻ. ഇതിനിടയിലാണ് അമ്മ ചായ എടുത്തോണ്ട് വരുന്നത്. അമ്മയുടെ ഒരു താങ്ക്സ് പറഞ്ഞു ഞാൻ ചായ കുടിച്ചു. ഇനി അടുത്ത സെക്ഷൻ കമ്മലാണ്. ഒത്തിരി കമ്മല കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മല് മാത്രമേ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ. കമ്മലിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അങ്ങനെ ഡ്രസ്സ് ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ പിന്നെ അത് മാത്രമേ എടുത്തുള്ളൂ. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്റെ കണ്ണ് അതിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഒരു 3 കമ്മല ഞാൻ അതിലെടുത്ത് മാറ്റി വെച്ചു. ഏതാണോ കൂടുതൽ ഭംഗി അത് നാളെ ഇടാലോ. ഇനി നമുക്ക് മാല നോക്കാം. മാലയുടെ ഒത്തിരി കളക്ഷൻ ഒന്നും എന്റെ അടുത്തില്ല. അങ്ങനെ ഉള്ളതിൽ ഒരെണ്ണം അതും ഞാൻ മാറ്റി വെച്ചു. ഇനിയുള്ള പണിയാണ് എനിക്ക് അറിയാത്തതും ഒട്ടും ഇഷ്ടമില്ലാത്തത്. സാരിയൊക്കെ അയൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും വലിയ പണി വേറെ വരാനില്ല. അങ്ങനെ നീണ്ട 1 മണിക്കൂറിലെ പരിശ്രമം കൊണ്ട് ഞാനും അമ്മയും എങ്ങനെയൊക്കെയോ സാരി പിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നെയിൽ പോളിഷ്. ഇത് എന്റെ ചേച്ചിയുടെ ആണ് കേട്ടോ. ഞാൻ പൊതുവെ ഇതൊന്നും യൂസ് ചെയ്യാത്തോണ്ട് എന്റെ കയ്യിൽ ഇതൊന്നും ഇല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീണ്ട 6 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇത് കയ്യിലിടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? കുഞ്ഞു വിരലായോണ്ട് വലിയ ഭംഗിയൊന്നും ഇല്ലാന്ന് എനിക്ക് പറയാം. എന്റെ ആകെയുള്ള പ്രാർത്ഥന ഇത്രയും ഒരുക്കങ്ങളൊക്കെ ചെയ്ത് പോയിട്ട് 2 ഫോട്ടോയെങ്കിലും നല്ലത് കിട്ടിയാൽ മതിയായിരുന്നേ എന്നുള്ളത്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.